വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. മുട്ടുവേദനയ്ക്ക് പരിഹാരം നിമിഷ നേരം കൊണ്ട്. മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം. നമ്മുടെ ജീവിതശൈലിയിൽ അനാരോഗ്യകരമായ മാറ്റങ്ങളാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്ന രീതിയിലാണെങ്കിലും ഉറക്കത്തിന്റെ കാര്യത്തിലാണെങ്കിലും വ്യായാമത്തിന്റെ കാര്യത്തിലാണെങ്കിലും ദിവസവും വരുന്ന മാറ്റങ്ങൾ വളരെ ഗുരുതരമായാണ് ആരോഗ്യത്തെ ബാധിക്കുന്നത്. അതിന്റെ ഫലമായാണ് പലപ്പോഴും മുട്ടുവേദനയും പുറം വേദനയും എല്ലാം. നമ്മുടെ ഓരോ ചുവടുവയ്പിലും ശരീരത്തെ താങ്ങി നിർത്തുന്ന ഒന്നാണ് കാൽമുട്ടുകൾ. ശരീരത്തിന്റെ എത്ര വലിയ ഭാരവും നമുക്ക് താങ്ങാനാവുന്നത് കാൽമുട്ടുകളിലാണ്. മുട്ടുവേദനയ്ക്കുള്ള കാരണങ്ങൾ പല വിധത്തിലാണ്. മുട്ട് മടക്കാനോ നിവർത്താനോ കഴിയാതിരിക്കുകയും നടക്കാൻ പറ്റാത്ത അവസ്ഥയും എല്ലാമാണ് പലപ്പോഴും മുട്ടുവേദന വളരെ ഭീകരമാക്കുന്നത്. മുട്ടിനേൽക്കുന്ന ക്ഷതങ്ങൾ, സന്ധിവാതം, ആർത്രൈറ്റിസ്, അണുബാധ എന്നിവയെല്ലാം മുട്ടുവേദനയുടെ പ്രധാന കാരണങ്ങളിൽ ചിലതാണ്. മുട്ടിന് തേയ്മാനം സംഭവിച്ച് വേദനയും നീരും അനുഭവപ്പെടുന്ന സന്ധിവാതമാണ് പ്രായമായവരിലെ മുട്ടുവേദനയുടെ പ്രധാന കാരണം. അമിത ഭാരം കൊണ്ടാണ് പലരിലും മുട്ടുവേദന ഉണ്ടാകുന്നത്. ശരീരഭാരം ചുമക്കുന്നതിന് മുട്ടിന് വേദനയും അനാരോഗ്യവും നൽകുന്നു. മുട്ടിന്റെ ചിരട്ട തെന്നിപ്പോകുന്നതും മുട്ടുവേദനയ്ക്ക് ഇടയാക്കുന്നു. എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ മുട്ടുകാലുകൾക്ക് വേദനയും മുറുക്കവും അനുഭവപ്പെടുന്നതാണ് ആദ്യ ലക്ഷണം. മാത്രമല്ല മുട്ടുമടക്കാനുള്ള പ്രയാസവും കാൽമുട്ടിൽ നീരും വേദനയും എല്ലാം പലതരത്തിൽ മുട്ടുവേദനയുടെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് മുട്ടുവേദന കൂടുതൽ കണ്ടുവരുന്നത്. പല സ്ത്രീകളിലും ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് മുട്ടുവേദന ഉണ്ടാകുന്നു. എക്സസൈസിന്റെ കുറവ് നിങ്ങളിൽ മുട്ടുവേദന ഉണ്ടാക്കുന്നു. എല്ലാവർക്കും മുട്ടുവേദന ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും പലതരത്തിലുള്ള ചികിത്സയാണ് ആവശ്യമുള്ളത്. മുട്ടുവേദനയ്ക്ക് നമുക്ക് ചുറ്റും ചെയ്യാവുന്ന ചില ഒറ്റമൂലികൾ ഉണ്ട്. മുട്ടുവേദനയ്ക്ക് എല്ലാ പരിഹാരവും കാണാൻ ഇതിലൂടെ കഴിയും. ഇഞ്ചി മുട്ടുവേദനയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ്. ഇഞ്ചി ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത മുട്ടുവേദന മാറാനാണ്. ഇഞ്ചിച്ചായ കഴിക്കുന്നത് സ്ഥിരമാക്കുക. ഇത് മുട്ടുവേദനയ്ക്ക് ആശ്വാസം നൽകാൻ സഹായിക്കും. അതിലുപരി ആരോഗ്യത്തിന് ഇഞ്ചി വളരെയധികം നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇഞ്ചി സ്ഥിരമാക്കിയാൽ ഇത് മുട്ടുവേദനയ്ക്ക് പരിഹാരം കാണാൻ കഴിയും. ചെറുനാരങ്ങ പല ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക. ഇത് അധികം കട്ടിയില്ലാത്ത ഒരു കോട്ടൺ തുണിയിൽ പൊതിയുക. അല്പം എള്ളെണ്ണ ചെറുതായി ചൂടാക്കുക. ചെറുനാരങ്ങ പൊതിഞ്ഞു വെച്ച തുണി ഇതിൽ മുക്കണം. ഇത് മുട്ടുവേദന ഉള്ളിടത്ത് വെച്ച് കെട്ടണം. 10 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വെക്കണം. ഇത് മുട്ടുവേദന പമ്പ കടക്കാൻ സഹായിക്കുന്നു. മുട്ടുവേദന പിന്നെ വരാത്ത രീതിയിൽ പോവാൻ ഈ നാരങ്ങ വിദ്യ സഹായിക്കുന്നു. കടുകെണ്ണ കൊണ്ട് പല വിധത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. ഇത് ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്നു. എന്നാൽ മുട്ടുവേദനയ്ക്കുള്ള നല്ലൊരു പരിഹാരമാണ് കടുകെണ്ണ എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. മുട്ടുവേദന ഉള്ളപ്പോൾ കടുകെണ്ണ ഇട്ട് നല്ലതുപോലെ ഉഴിഞ്ഞ് ചൂടുവെള്ളം പിടിച്ചാൽ മതി. ഇത് മുട്ടുവേദനയ്ക്ക് പരിഹാരം നൽകാൻ സഹായിക്കുന്നു. ആപ്പിൾ സിഡാർ വിനീഗർ ഉപയോഗിച്ച് പല വിധത്തിലുള്ള ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം. എന്നാൽ മുട്ടുവേദനയ്ക്ക് പരിഹാരം കാണാൻ ഏറ്റവും മികച്ച ഒറ്റമൂലിയാണ് ആപ്പിൾ സിഡാർ വിനാഗർ. അല്പം മുട്ടുവേദന ഉള്ള സ്ഥലത്ത് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇത് മുട്ടുവേദന ഇല്ലാതാക്കുന്നു. മുട്ടുവേദന ഉള്ള സ്ഥലത്ത് ആപ്പിൾ സിഡാർ വിനീഗർ ചെയ്യുന്ന ഫലം ചില്ലറയല്ല. മഞ്ഞളും മുട്ടുവേദനയ്ക്ക് പരിഹാരം നൽകുന്ന ഒന്നാണ്. മഞ്ഞൾ അല്പം കടുകെണ്ണയിൽ മിക്സ് ചെയ്ത് ഇത് മുട്ടിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് മുട്ടുവേദനയ്ക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ സഹായിക്കുന്നു. ഇതിലൂടെ എന്നേക്കുമായി മുട്ടുവേദന ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ഒറ്റമൂലിയാണ് മഞ്ഞൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തിയാലും അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം. ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് മത്സ്യം. ഇത് ആരോഗ്യത്തിന് വളരെയധികം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം. പലപ്പോഴും ഭക്ഷണത്തിൽ മത്സ്യവിഭവങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രായമായവരിൽ മുട്ടുവേദനയ്ക്ക് പരിഹാരം കാണാൻ മത്സ്യവിഭവങ്ങൾ സഹായിക്കുന്നു. കാൽസ്യം കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാം. പാലും പാൽ ഉൽപ്പന്നങ്ങളും ഭക്ഷണശീലത്തിന്റെ ഭാഗമാക്കണം. ഇത് എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പാൽ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ദിവസവും 1 ഗ്ലാസ് പാൽ കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പപ്പായക്കുരു ചായ മുട്ടുവേദനയ്ക്കുള്ള ഏറ്റവും വലിയ ഒറ്റമൂലിയാണ് പപ്പായ വിത്തുകൾ. പപ്പായക്കുരു മുട്ടുവേദനയ്ക്ക് നിമിഷ നേരം കൊണ്ട് പരിഹാരം നൽകും. പപ്പായക്കുരു ഇട്ട് ചായ ഉണ്ടാക്കി കഴിച്ചാൽ അത് മുട്ടുവേദനയ്ക്ക് പരിഹാരം നൽകുന്നു. പപ്പായക്കുരു ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അല്പം ചായപ്പൊടി ചേർത്ത് ചായ ഉണ്ടാക്കി കഴിക്കാം. ഇത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പപ്പായക്കുരു ഇട്ട് ചായ കുടിക്കുന്നത് മുട്ടുവേദനയെ പമ്പ കടത്തും. ഉലുവ കുതിർത്തിയത് പലപ്പോഴും പല വിധത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം നൽകുന്ന ഒന്നാണ്. 2 ടീസ്പൂൺ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് പിറ്റേ ദിവസം രാവിലെ ഈ വെള്ളം കുടിച്ചാൽ മതി. കൂടെ ഉലുവ അരച്ചത് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് മുട്ടുവേദന പമ്പ കടക്കാൻ സഹായിക്കുന്നു. പെട്ടെന്ന് തന്നെ മുട്ടുവേദന മാറുന്നു. ചൂടുള്ളതും തണുത്തതും ചൂടുവെള്ളം തുണിയിൽ മുക്കി അതുകൊണ്ട് മുട്ട് തടവുന്നതും എന്തുകൊണ്ടും മുട്ടുവേദനയ്ക്ക് ആശ്വാസം നൽകുന്ന കാര്യത്തിൽ മുന്നിലാണ്.
അതുപോലെ തന്നെ തണുത്ത വെള്ളം കൊണ്ട് മുട്ടിൽ പിടിക്കുന്നതും ഐസ് ക്യൂബ് വെക്കുന്നതും എന്തുകൊണ്ടും മുട്ടുവേദനയ്ക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ്. എക്സസൈസ് ചെയ്യുന്നത് മുട്ടുവേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. മുട്ടുവേദന കൊണ്ട് വലയുന്നവർക്ക് വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന ചില എക്സസൈസുകൾ ഉണ്ട്. ഡോക്ടർ പറയുന്ന എക്സസൈസുകൾ ശീലമാക്കുക. ഇത് പലതരത്തിലാണ് ആരോഗ്യത്തെ സഹായിക്കുന്നത്. മുട്ടുവേദനയ്ക്ക് ഏറ്റവും എഫക്റ്റീവായ മറ്റൊരു റെമഡിയാണ് എരിക്കിന്റെ ഇല. മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും വെളിച്ചെണ്ണയും സമാസമം മിക്സ് ചെയ്ത് മുട്ടിൽ പുരട്ടുക. അതിനുശേഷം എരിക്കിന്റെ ഇല വെളിച്ചെണ്ണ പുരട്ടി വാട്ടിയ ശേഷം മുട്ടിന്മേൽ വെച്ച് കെട്ടുക. ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്താൽ മുട്ടുവേദന പമ്പ കടക്കും. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.